വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അരുവിത്രപ്പള്ളി പെരുന്നാളാണ് കേട്ടോ. ഈ അരുവിത്രപ്പള്ളിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം വളരെയധികം പഴക്കമുള്ളൊരു പള്ളിയാണ്. അരുവിത്രപ്പള്ളി പെരുന്നാളാണെങ്കിലും പണ്ട് മുതലേ കുറേ അധികം കേൾവി കേട്ട പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ നമ്മുടെ മൈൻഡിൽ വരും. കാരണം മറ്റൊന്നുമല്ല, ചെറുപ്പത്തിൽ നമ്മൾ പോയ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ റീവൈൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പെരുന്നാളിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും അതോടൊപ്പം തന്നെ കുറേ കടകളും അതൊക്കെയാണ് കേട്ടോ. ഇന്നലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടും കാറിലും ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ പോലും. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ബൈക്ക് മാത്രമേ ഉള്ളൂ. കാറൊക്കെ ആണെങ്കിൽ നല്ല ട്രാഫിക്കാണ്. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. മറ്റൊന്നുമല്ല, ഷോപ്പിംഗ് തന്നെ. ഞാൻ മെയിൻലി ഈ ഒരു അരുവിത്രപ്പള്ളി പെരുന്നാളിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ ലൈറ്റ്സൊക്കെ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകും. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഷോപ്പിംഗ് ആണ്. ക്ലിപ്സ്, അതോടൊപ്പം തന്നെ മാലകൾ. പിന്നെ അന്നൊക്കെ നമ്മൾ കുറേ അധികം ടോയ്സൊക്കെ, ഇങ്ങനത്തെ ബലൂൺ പോലത്തുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങുമായിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്കതൊന്നും തോന്നലില്ലല്ലോ. ഇപ്പം നമുക്ക് ഇതേപോലത്തെ മാല, വളകൾ, കമ്മൽ അങ്ങനത്തെയൊക്കെ അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കൂടുതലാണ്. പണ്ട് ഇയറിങ്സും മാലയൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ കുറേ അധികം ക്ലിപ്സൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ. പണ്ട് ഇത്ര അധികം ക്ലിപ്സൊന്നും ഞാൻ വാങ്ങാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് പർപ്പസിന് വേണ്ടിയിട്ടും പിന്നെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ അരുവിത്രപ്പള്ളിയുടെ ലൈറ്റിങ്ങും അതോടൊപ്പം തന്നെ സ്റ്റേജ് പ്രോഗ്രാമും കുറച്ചധികം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളങ്ങനെ തിരിക്കുകയാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ പോകുന്നത് ചിക്കിങ്ങിലേക്കാണ്. അവിടുന്ന് കണ്ണൂർ കോക്ടെയിലും അതോടൊപ്പം തന്നെ ടെൻഡർ കോക്കനട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടെൻഡർ കോക്കനട്ട് അട്ടർ ഫ്ലോപ്പായിരുന്നു. എനിക്ക് പണി കിട്ടി. കണ്ണൂർ കോക്ടെയിൽ പിന്നെയും കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി നേരെ ചിക്കിങ്ങിലേക്ക് പോയി ഒരു ലോഡർ ഫ്രൈസ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാനിട്ട് ഞങ്ങൾ ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്ത് നമ്മുടെ ലോഡർ ഫ്രൈസ് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ലോഡർ ഫ്രൈസിൽ അതായത് ഫ്രൈസ് മാത്രം കൂടുതൽ, ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അരുവിത്രപ്പള്ളി റിലേറ്റഡ് ആയിട്ടുള്ള വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് അരുവിത്രപ്പള്ളിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ. ഈ ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതായത് നേരെ നമ്മൾ ചണിക്കോട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ പള്ളിയുടെ പ്രദേശത്ത് പോലും എത്തിപ്പെടാൻ പറ്റില്ല. അത്രയ്ക്ക് റഷാണ്. ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തുമാത്രം തിരക്കും തിക്കൊക്കെ ഉണ്ടെന്ന്.